ഇപ്പോൾ തന്നെ ഈ ഒരു 2026 ഒക്ടോബർ മാസത്തിലെ പരീക്ഷ എഴുതിക്കൊണ്ട് 10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടി 100-ലധികം വിദ്യാർത്ഥികളാണ് നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്കും അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, നിങ്ങൾക്കും 10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി കംപ്ലീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ഉറപ്പാക്കുക കേട്ടോ. മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് 2 സർട്ടിഫിക്കറ്റുകളാണ് NOS നിന്ന് 2026 ഏപ്രിൽ മാസത്തിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള TMA എക്സ്റ്റെൻഡ് ചെയ്ത് ഏപ്രിൽ മാസത്തിലെ പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയിട്ട് പരീക്ഷ ഫീസ് അടയ്ക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള PCP ക്ലാസ്സുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റെക്കോർഡുകൾ. എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് NIOS 2026 ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. അതിനു മുൻപ് ചെറിയൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് 2026 ഒക്ടോബർ മാസത്തിലായിരിക്കും ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ വരിക. അപ്പോൾ നിങ്ങൾ ലോകത്തെ എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ ഈ ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ റെക്കോർഡ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മുടങ്ങിപ്പോയ ഒരു 10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന 2026 ഒക്ടോബർ മാസത്തിലെ പരീക്ഷ എഴുതിക്കൊണ്ട് നിങ്ങളുടെ മുടങ്ങിപ്പോയ ഒരു 10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ തന്നെ ഈ ഒരു 2026 ഒക്ടോബർ മാസത്തിലെ പരീക്ഷ എഴുതിക്കൊണ്ട് 10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടി 100-ലധികം വിദ്യാർത്ഥികളാണ് നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്കും അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, നിങ്ങൾക്കും 10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി കംപ്ലീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ഉറപ്പാക്കുക കേട്ടോ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് NIOS 2025 ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതി റിസൾട്ട് വന്നതിന് ശേഷം സർട്ടിഫിക്കറ്റ് എന്ന് വരും എന്ന് ചോദിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾക്ക് ഡിജി ലോക്കറിൽ ഇപ്പൊ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട്. സോ ആ ഒരു ഡിജി ലോക്കറിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് 2 സർട്ടിഫിക്കറ്റുകളാണ് NOS നിന്ന് ലഭ്യമാവുക. ഒന്ന് നിങ്ങളുടെ അതായത് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും അതുപോലെ തന്നെ രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മൈഗ്രേഷൻ TC ആണ് കേട്ടോ. അതാണ് നിങ്ങളുടെ TC എന്ന് പറയുന്നത്. സോ ഇങ്ങനെ 2 സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾക്ക് NOS നിന്ന് ലഭ്യമാകുക. നേരത്തെ നമുക്കറിയാം 3 സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം പിന്നീട് നമുക്ക് NOS നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ 2 എണ്ണമാക്കി തീർത്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് പാസിംഗ് സർട്ടിഫിക്കറ്റ്, അതായത് നമ്മുടെ ഒറിജിനൽ പാസ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നമ്മുടെ മൈഗ്രേഷൻ TC, അതായത് നിങ്ങളുടെ TCയുമാണ് നിങ്ങൾക്ക് ഈ ഒരു NOS നിന്ന് ലഭ്യമാകും. ഇങ്ങനെ 2 സർട്ടിഫിക്കറ്റുകളായിരിക്കും ലഭിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിജി ലോക്കർ എന്ന് പറയുന്ന ആപ്പിൽ നിന്നും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഡിജി ലോക്കർ ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം സൈൻ അപ്പ് ചെയ്യേണ്ടവർ സൈൻ അപ്പ് ചെയ്യുക. ഇനി അതല്ല, ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്തിട്ട് നിങ്ങളുടെ പാസ്വേഡും അല്ലെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിം ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തൊക്കെ ഈ ഒരു സർട്ടിഫിക്കറ്റ്സുകൾ നിങ്ങൾക്ക് കൊടുത്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് കേട്ടോ. ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എത്തിക്കഴിയുമ്പോൾ എന്തായാലും ആ ഒരു കാര്യം നിങ്ങളിലേക്ക് നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഈ ഒരു സർട്ടിഫിക്കറ്റ്സുകൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിജി ലോക്കറിൽ നിന്ന് നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ വേണം നിങ്ങൾ കൊടുക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നറിയില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ ആ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ കണ്ടതിന് ശേഷം
നിങ്ങൾ ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് 2026 ഏപ്രിൽ മാസത്തിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള TMA എക്സ്റ്റെൻഡ് ചെയ്ത വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? അപ്പോൾ അത് നമുക്കറിയാം 2026 ജനുവരി 31 ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. അതിൽ നിന്നും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് 2026 ഫെബ്രുവരി 27 ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഫെബ്രുവരി 27 മുൻപായിട്ട് തന്നെ നിങ്ങളുടെ TMA അല്ലെങ്കിൽ നിങ്ങളുടെ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് നിങ്ങൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കേണ്ടതാണ്. സോ അത് അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അസൈൻമെന്റും പ്രൊജക്റ്റും നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ ഈ ഒരു അസൈൻമെന്റും പ്രൊജക്റ്റും ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കാനായിട്ട് സാധ്യമാകും. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് 2026 ഏപ്രിൽ മാസത്തിലെ പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയിട്ട് പരീക്ഷ ഫീസ് അടയ്ക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. 2026 ഏപ്രിൽ മാസത്തിലെ പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയിട്ട് പരീക്ഷ ഫീസ് അടയ്ക്കാത്ത വിദ്യാർത്ഥികൾക്ക് 1600 രൂപ, അതായത് നോർമൽ പരീക്ഷ ഫീസ് പ്ലസ് 1600 രൂപ സൂപ്പർ ഫൈനോട് കൂടി നിങ്ങൾക്ക് പരീക്ഷ ഫീസ് അടയ്ക്കാനുള്ള സൈറ്റ് വീണ്ടും ഓപ്പൺ ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പരീക്ഷ ഫീസ് അടയ്ക്കാവുന്നതാണ്. ഇതിന്റെ അവസാന ഡേറ്റ് 2026 ഫെബ്രുവരി 16 എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇനിയും ആരെങ്കിലും പരീക്ഷ ഫീസ് അടയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വീണ്ടും ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. ആ ഡേറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 10 മുതൽ, അതായത് 2026 ഫെബ്രുവരി 10 മുതൽ 2026 ഫെബ്രുവരി 16 വരെ നിങ്ങൾക്ക് ഈ ഒരു നോർമൽ പരീക്ഷാ ഫീസിനോടൊപ്പം 1600 രൂപ സൂപ്പർ ഫൈനോട് കൂടി നിങ്ങൾക്ക് പരീക്ഷ ഫീസ് അടയ്ക്കാവുന്നതാണ്. ഈ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള PCP ക്ലാസ്സുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റെക്കോർഡുകൾ കാര്യങ്ങളൊക്കെ എഴുതേണ്ട ഒരു സമയം കൂടിയാണ് ഈ ഒരു ഫെബ്രുവരി മാസം എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: നിങ്ങളുടെ PCPയുടെ ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ NISന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഡാഷ്ബോർഡിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൽ കൊടുത്തിരിക്കുന്ന സെന്റർ ഏതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ PCP സെന്റർ ഏതാണോ ആ സെന്ററിലേക്ക് കോൺടാക്ട് ചെയ്തതിന് ശേഷം അവരുടെ നിർദ്ദേശപ്രകാരം നിങ്ങളുടെ ലാബിന്റെ റെക്കോർഡും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ മാസത്തിൽ തന്നെ തയ്യാറാക്കാനായിട്ട് നോക്കുക. ഇനി അതല്ല, ഈ പറഞ്ഞ പോലെ റെക്കോർഡ് ബുക്കുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എഴുതാനുള്ള കണ്ടന്റോ കാര്യങ്ങളോ ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് നമ്മൾ ഇവിടുന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇവിടുന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. PCP സെന്ററുകളിലൊക്കെ PCP ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. സോ ഈ PCP ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. 10 മാർക്ക് നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഈ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ നിങ്ങളെ എന്താണോ ചെയ്യിപ്പിക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു PCP ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ വിഷയങ്ങൾക്കെല്ലാം തന്നെ നമുക്ക് എന്തുണ്ട്, റെക്കോർഡ് ബുക്കുകളും തയ്യാറാക്കേണ്ടതുണ്ട്. റെക്കോർഡ് ബുക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളത് സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് നമ്മളായിട്ട് ഇവിടുന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 2026 ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്ന് പറയുന്നത്. സോ ഒറ്റ വീഡിയോയിൽ തന്നെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ കാര്യങ്ങൾ പറഞ്ഞു തന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ വിവരങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ NISനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.